എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായച്ചാറ്റിലേക്ക് സ്വാഗതം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഏപ്രിൽ 2026. Hierophant energy, Emperor, 7 of Swords, 2 of Cups, Moon energy and the King of Pentacles. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ആദ്യം തന്നെ ഹൈറോഫന്റ് ആൻഡ് മൂൺ എനർജി കണക്ഷൻസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും എന്നൊക്കെ പറയുന്ന അതിൽ നിങ്ങൾക്ക് ഉള്ളൊരു വിശ്വാസം, അതായത് നിങ്ങൾ ഇതുവരെ വിശ്വസിച്ച് പോന്നിരുന്ന അല്ലെങ്കിൽ പരിപാലിച്ചു പോന്നിരുന്ന പല കാര്യങ്ങളും അതങ്ങനെയല്ല, അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ, എന്തിനാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. ഇത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളാണെങ്കിൽ ആ ഒരു പ്രായത്തിൻ്റേത് ആ ഒരു സമയത്ത് പല കാര്യങ്ങളെയും നിങ്ങൾ ചോദ്യം ചെയ്യാൻ, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ, ഇത് ഇങ്ങനെയാണോ, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കാനോ അതിനെക്കുറിച്ചിട്ട് ആലോചിച്ച് അങ്ങനെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആ രീതിയിൽ മാറ്റങ്ങൾ എവിടേക്ക് കൊണ്ടുവരണം എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്ന സമയമാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെന്ന് പറയുന്ന പല ക്യൂരിയോസിറ്റി കൂടുതലുള്ള, അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൻ്റേതനുസരിച്ചിട്ട് പലതരത്തിലുള്ള മാറ്റങ്ങൾ, ഇപ്പോൾ ഒരു ടീനേജിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഒരു അഡൽട്ട്ഹുഡിലേക്ക് പോകുന്നു, കൗമാരപ്രായത്തിൻ്റേതൊക്കെ ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ, ഞാൻ എന്തുകൊണ്ട്, പല 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 ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന സമയമാണ്. ഇനി ഈ ഒരു പ്രായത്തിൻ്റെ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് തന്നെ ആയിരിക്കണമെന്നില്ല, എന്നാലും ഒത്തിരി ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ മനസ്സിൽ വരുന്നുണ്ട്. ചോദ്യങ്ങളും ഉത്തരങ്ങളും വരുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിലേക്ക് ഉറപ്പിച്ച് ഇറങ്ങി പോകാനുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ, കാരണം കൺഫ്യൂഷൻസ് ഒത്തിരി വരും. ഇപ്പോൾ ഇതുവരെ ചിന്തിച്ചു പോന്നിരുന്ന പല കാര്യങ്ങളും അതങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങുമ്പോൾ അതങ്ങനെ ആണെന്ന് വിശ്വസിക്കാനാണ് നിങ്ങൾക്ക് അപ്പോഴും നിങ്ങൾക്ക് താല്പര്യം. കാരണം അതുവരെ നിങ്ങൾ സമർത്ഥിച്ചിരുന്നത് ഇതിങ്ങനെയാണ് എന്നുള്ളതാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുകയും അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വയമേ തന്നെ അതിനെ പ്രതിരോധിക്കാനായിട്ട് തോന്നും. കാരണം അത് ഇതുവരെ നിങ്ങൾ അടിയുറച്ച് വിശ്വസിച്ച് പോകുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് മാറ്റി പറയുമ്പോൾ മറ്റുള്ളവരെന്ത് ചിന്തിക്കും, താനൊരു ഹിപ്പോക്രൈറ്റ് ആണോ എന്ന് ചിന്തിക്കും, അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ് ഇനി പറയാൻ പോകുമ്പോൾ ആളുകൾ ആ ഒരു ചിന്ത വരുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഇതിങ്ങനെയല്ല എന്നും നിങ്ങളുടെ വിശ്വാസങ്ങൾ മാറിയിട്ടുണ്ടെങ്കിലും ആ മാറ്റം ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് പല കാര്യങ്ങളിലും ആവാം. ഇപ്പോൾ വിശ്വാസം എന്ന് പറയുമ്പോൾ ലിറ്ററലി വിശ്വാസം, അതായത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, ദൈവികമായിട്ടുള്ള കാര്യങ്ങളാവാം. അതല്ല എങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ കരിയർ ആയിരിക്കും. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യേക പാർട്ടിയാണെങ്കിൽ ആ ഒരു പാർട്ടിയുടെ വിശ്വാസ പ്രമാണങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാവാം. ഇവിടെ മറ്റു ചില കാര്യങ്ങൾ, 2 ഓഫ് കപ്സ് ആൻഡ് മൂൺ എനർജി കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് ചില വ്യക്തി ബന്ധങ്ങളിലും ആ ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇതുവരെ വിശ്വസിച്ച് അല്ലെങ്കിൽ ചിന്തിച്ച ഒരു വ്യക്തി ഇങ്ങനെയാണെന്ന് ചിന്തിച്ചിരുന്നതിൽ നിന്ന് മാറി അതിനെ അങ്ങനെയല്ല എന്നുള്ളൊരു ചിന്തയിലേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തി ഒരാളെ നിങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിച്ചിരുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ചിന്തകളും നിങ്ങളുടെ ആയിട്ട് ഒത്തുപോകുന്നിരുന്നു, നിങ്ങൾ നമ്മളെ കണക്ഷൻ സൗഹൃദങ്ങളായിരിക്കും. പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ ചിന്തകളുമായിട്ട് നിങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല. അതായത് നിങ്ങൾ ശത്രുക്കളാകുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ചതിക്കുന്നു എന്നുള്ള രീതിയിലല്ല, മറിച്ച് ഇതുവരെ നമ്മൾ പലപ്പോഴും നമ്മൾ ഉയർച്ചയിലേക്ക് പോകും. ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്നു പോകുമ്പോൾ നിങ്ങളുടെ കൂടെ 10ൽ പഠിച്ചൊരു വ്യക്തിയാണ്, വിദ്യാഭ്യാസം മാത്രമല്ല കേട്ടോ ഉദ്ദേശിക്കുന്ന, ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ആ ഒരു വ്യക്തി പുസ്തകങ്ങളില്ല, വായനയില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ചിന്തകൾ മറ്റു രീതിയിലേക്ക് പോകുന്നു. ചിലപ്പോൾ ആർട്സിലേക്ക് കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തകൾ. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരേ കാര്യങ്ങളിൽ ഒരേ വേവ് ലെങ്ത് അല്ല, ഒരേ ഫ്രീക്വൻസി അല്ല. അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും. അതിനർത്ഥം നിങ്ങൾ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ പലരും ഉയരത്തിലേക്ക് പോകുമ്പോൾ താഴെ അവരെ കണ്ടില്ലെന്ന് അടിക്കുന്നു എന്നൊക്കെ ആളുകൾ പറയുന്നത് കേൾക്കുക. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് നമ്മൾ കാണുമ്പോൾ. എപ്പോഴും താഴേക്കിടയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾ വളരെ നല്ല ആളുകളും സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്നവരൊക്കെ ദുഷ്ടന്മാരും എന്നുള്ളൊരു
എന്നൊരു മെൻറ്റാലിറ്റി തന്നെ നമുക്കുണ്ട് പൊതുവെ എല്ലായിടത്തും ഉള്ളതാണ്. അത് നാട്ടിലത്തെ കാര്യം മാത്രമല്ല. അപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അവരുടേതായിട്ടുള്ള ലൈഫും ലൈഫ് സ്റ്റൈലും ഒക്കെ മാറുമ്പോൾ അതിനനുസരിച്ചിട്ടല്ല ഇവരുടെ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഒത്തുപോകാൻ പറ്റില്ല, രണ്ടു കൂട്ടർക്കും ഒത്തുപോകാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു സൈഡിൽ നിന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്നവർക്ക് പണം പത്രാസ് എന്നുള്ള രീതി, അതേസമയം തന്നെ ആ ഒരു രീതിയിൽ ചില ആളുകൾ അവർക്ക് ഒത്തുപോകാൻ പറ്റും. പക്ഷേ താഴേക്കിടയിലാണ് എന്ന് സ്വയം തോന്നുന്നത് കൊണ്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു അപകർഷത ബോധം, അപ്പോൾ എന്ത് ചെയ്താലും ഇവരെ താഴ്ത്തി കെട്ടുകയാണ് എന്നുള്ളൊരു ചിന്ത അവർക്കും വരാം. മറ്റേ ഓപ്പോസിറ്റ് സൈഡിലും ഒരു ഉയർച്ച എന്നുള്ളൊരു ഫീലിങ്ങും വരാം. പക്ഷെ ഇത് രണ്ടു കൂട്ടരും ഒരുമിച്ച് ചിന്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല എങ്കിൽ അവരവരുടെ ലോകത്തിൽ പുതിയ ബന്ധങ്ങൾ കണ്ടെത്തി മുന്നോട്ടേക്ക് പോകും. കാരണം നിങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെയും അവിടെ പറ്റുന്നില്ല എങ്കിൽ നല്ല രീതിയിൽ സൗഹാർദ്ദപരമായിട്ട് ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ സംസാരിക്കുന്ന രീതിയിലേക്ക് അത് മാറ്റാം. കാരണം ആ ഒരു ബന്ധം വഷളാക്കേണ്ട ആവശ്യമില്ല, മറിച്ച് ആ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പിന്നെ എംപറർ എനർജി ആൻഡ് 7 ഓഫ് സോഡ്സ് എനർജിയാണ്. അപ്പോൾ ഇവിടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരം, ഇവിടെ രാഷ്ട്രീയത്തിന് ഒത്തിരി പ്രാധാന്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടും വിദ്യാർത്ഥികളാണെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന, അല്ലാതെയും രാഷ്ട്രീയത്തിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിച്ചെല്ലുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇനിയും അതിലെ മാറ്റം, നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ആയിരിക്കും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വീണ്ടും വരുന്ന ഒരു സമയമാണ്. ഇപ്പം ഓൾറെഡി രാഷ്ട്രീയത്തിലുള്ളവരാണെങ്കിൽ പല മാറ്റങ്ങളും വരാം, പാർട്ടി മാറാം, മറ്റെന്തെങ്കിലും മാറാം, അങ്ങനെ ഒരു സാഹചര്യമാവാം. അതല്ലാത്തവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സമയം കൂടിയിട്ടാവാം ഇത്, രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക്. പിന്നെ പ്രായമായിട്ടുള്ള റിട്ടയർ ആയിട്ടിരിക്കുന്ന ആളുകൾ, വീട്ടമ്മമാർ, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് മാറി നിൽക്കുന്നത് കുറച്ചധികം സമയം ഉള്ളവർ പതുക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയി ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും സംഘടനയുടെ ഭാഗം, എന്തിൻ്റെങ്കിലുമൊക്കെ ഭാഗമായിട്ട് നിൽക്കുകയും കുറച്ച് ഫേമസ് ആവാൻ പറ്റുന്നൊരു സമയം കൂടിയിട്ടാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു എനർജി ഓഫ് 7 ഓഫ് സോഡ്സ് എനർജി സിറ്റുവേഷൻസ് ഉണ്ട്. ജോലിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ, ശമ്പള വർധനം ഇതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ചില ആളുകൾ അവർക്ക് എല്ലാം വേണമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. അപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു കുശുമ്പ്, അസൂയയും ഇവർ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പോലും ഉണ്ടാകും. കാരണം നിങ്ങൾ ഉയരത്തിലേക്ക് പോകുമ്പോൾ ആ ഒരു എനർജി അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇവിടെ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്തൊക്കെ ചെയ്താലും, നിങ്ങൾക്ക് എതിരായിട്ട് എത്ര പ്രവർത്തിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തന്നെയാണ്. കാരണം ഇവിടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചില കശപിശ അല്ലെങ്കിൽ കോംപ്ലക്സുകൾ, അല്ലെങ്കിൽ ചില സംസാരങ്ങൾ, അല്ലെങ്കിൽ സാധ്യതകൾ ഉണ്ട് ഇല്ല എന്നൊക്കെയുള്ള ചർച്ചാ വിഷയങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇവഞ്ച്വലി നിങ്ങൾക്ക് ആ ഒരു സാധ്യതയുണ്ട്, ആ ഒരു ഹയർ പൊസിഷനിലേക്ക് പോകാനുള്ള എനർജിയും നിങ്ങളിലുണ്ട്. അതായത് മറ്റുള്ള ചില ആളുകളുടെ ഭാഗത്തുനിന്ന് മുറുമുറുപ്പുകളോ, അല്ലെങ്കിൽ അവർ ഈവൻ നിങ്ങളറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ വളരെയധികം ദൈവാനുഗ്രഹമുള്ള നിങ്ങളുടെ ഭാഗത്തുള്ളത് കൊണ്ടും നിങ്ങളുടെ ഈ ഒരു ടൈം ഉയർച്ചയിലേക്ക് പോകുന്നതായതുകൊണ്ടും ആരെന്ത് ചെയ്താലും നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു സൈഡിൽ നിന്ന് നെഗറ്റിവിറ്റി വരുമ്പോൾ മറ്റു സൈഡിൽ നിന്ന് ഒരു സംരക്ഷണ വലയം നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. എംപറർ എനർജി ആൻഡ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശമ്പള വർധനവും പ്രൊമോഷനും കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവർ, ഇപ്പോൾ ബാങ്ക് അതുപോലുള്ള സ്ഥാപനങ്ങളിലായിരിക്കാം, ഗവൺമെൻറ് സ്കൂൾ കോളേജുകളിലൊക്കെ ആയിരിക്കും, ഇതിലൊക്കെ നിങ്ങൾക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഉള്ളിൽ ചില കാര്യങ്ങളെക്കുറിച്ചിട്ടൊരു സംശയം ഉണ്ടാവാം, നിങ്ങളെക്കുറിച്ചിട്ട് തന്നെ ഇത് ഇങ്ങനെയാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സ്വയം വിലയിരുത്തുന്നത് താഴ്ത്തി കണ്ടുകൊണ്ടാണ്. അത് മാറ്റിവെക്കുക, സ്വയം നിങ്ങളെ അംഗീകരിക്കുക. നിങ്ങളെ അംഗീകരിച്ചാൽ മാത്രമാണ് മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല ചിന്തകളിലും മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. പുതിയ പല കാര്യങ്ങളുടെയും തുടക്കം കൂടിയിട്ടാണ്. അപ്പം ഇവിടെ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കും വിദ്യാർത്ഥി, അതായത് സ്ഥിരമായിട്ട് ജോലിയുള്ള ഒരാളല്ല, വിദ്യാർത്ഥിയാണ്. അപ്പോൾ നിങ്ങൾ പാർട്ട് ടൈം ആയിട്ടോ, അല്ലെങ്കിൽ വീക്കെൻഡിൽ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ റിട്ടയർ ആയിട്ടുള്ളവർ, വീട്ടമ്മമാർ, ഇങ്ങനെ ഇപ്പോൾ തൽക്കാലം സ്ഥിരമായിട്ട് ജോലി ഇല്ലാത്ത ആളുകളും സൈഡായിട്ട് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ തുടങ്ങുന്നുണ്ട്. ഇത് ചെറുതായിട്ട് തുടങ്ങുന്നതായിരിക്കും ഇപ്പോൾ, പക്ഷെ അത് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആകുന്നുണ്ട്. അത് സക്സസ്ഫുൾ വിജയത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളത് പതുക്കെ അത് വിപുലീകരിച്ച് കൊണ്ടുവരികയും
അതൊരു നിങ്ങൾക്ക് ഉപജീവന മാർഗം എന്ന് മാത്രമല്ലാതെ വീണ്ടും 2-3 ആളുകളെ ജോലിക്ക് നിർത്തി ഒരു കുറച്ചുകൂടി വിപുലീകരിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു മാസം നിങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.